മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ തൊഴിലിലോ അല്ലെങ്കിൽ തങ്ങൾക്ക് വരുമാനം നൽകുന്ന രംഗത്തോ കൂടുതൽ ചില പദ്ധതികളും ചില ആസൂത്രണങ്ങളും ആവിഷ്കരിക്കാൻ വേണ്ടി, അതായത് ധനപരമായ ഉയർച്ചയ്ക്കോ ജോലിയിൽ കൂടുതൽ പുരോഗതി ഉണ്ടാകാനോ വേണ്ടിയുള്ള ചില നീക്കങ്ങൾ ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ ആരംഭിക്കും. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള അവരുടെ ഭദ്രതയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് തിങ്കൾ, ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളും തുടർന്ന് വരുന്ന ദിവസങ്ങളുമെല്ലാം തന്നെ ഇവർക്ക് ഗുണകരമായിട്ട് വരുന്നത്. അപ്പോൾ പ്രവർത്തന മേഖലയിൽ തങ്ങൾ ആസൂത്രണം ചെയ്ത രീതിയിലുള്ള ചില പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. അതല്ലെങ്കിൽ അവിടെ പുതിയതായിട്ട് എന്തെങ്കിലും അവർക്ക് ചെയ്യാൻ സാധിക്കുന്നു. അത് കൂടുതൽ സാമ്പത്തിക നേട്ടത്തിന് കാരണമായി മാറുന്നു. ഇതുവരെ ഏതെങ്കിലും ഒരു രംഗത്ത് പ്രവേശിക്കാത്തവർ പ്രവേശിക്കാനുള്ള ഒരു പുതിയ തുടക്കവും ഒരുപക്ഷെ ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ ആരംഭിക്കാം. അതായത് 17, 18, 19 ദിവസങ്ങൾ അതിനുള്ളതാണ്. മാത്രമല്ല മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിൽ നിന്നിരുന്ന സൂര്യൻ 9ാം ഭാവത്തിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ സൂര്യൻ്റെ ഒരു ഗുണം കൂടി ഇവർക്ക് കിട്ടും. 9ലെ സൂര്യൻ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഗുരുകടാക്ഷം ഇവരിലേക്ക് വരികയാണ്. പിതാവിന് നേരിയ ശാരീരിക അവശത ഉണ്ടാകാമെങ്കിലും തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ മികവുണ്ടാകുന്ന തരത്തിലുള്ള ചില ധാർമ്മികമായ നീതി, ചില അനുഗ്രഹം, കാരണവസ്ഥാനത്തുള്ളവരുടെയും ഗുരുക്കന്മാരുടെയും ഒക്കെ അനുഗ്രഹം നേടിയെടുക്കുന്നു ഇവർ. അപ്പോൾ സ്വാഭാവികമായും ആഴ്ചയുടെ തുടക്കത്തിലും തുടർന്നുള്ള 2-3 ദിവസങ്ങളിൽ ഇവർക്ക് സാമ്പത്തികമായ നേട്ടം കാണുന്നുണ്ട്. പൊതുവെ ഈ ആഴ്ച മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തന വിജയം, സാമ്പത്തിക നേട്ടം, യാത്ര കൊണ്ട് ആനുകൂല്യം, യാത്രയിൽ ഗുണം, ഭാഗ്യാനുകൂല്യം തുടങ്ങി ബന്ധുമിത്രാദികളുമൊത്തുള്ള നല്ല ചില നീക്കങ്ങൾ എല്ലാം കാണുന്നുണ്ട്. പൊതുവെ ഗുണകരമാണ് മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച. ഈ ആഴ്ചയിലെ ഇവരുടെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 17, 18, 19, പിന്നെ 22, 23 ദിവസങ്ങൾ താരതമ്യേന മേന്മയുള്ള ദിവസങ്ങളാണ്.